നമസ്കാരം. പലപ്പോഴും രോഗങ്ങളായിട്ടാണ് ഞാൻ മുന്നിൽ വരാറ്. ഇന്ന രോഗത്തിനെ കുറിച്ച് ലക്ഷണങ്ങൾ, ഇന്ന രോഗത്തിന് കഴിക്കേണ്ട മരുന്നുകൾ. അത് നമുക്ക് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഡിസ്കസ് ചെയ്താലോ? തേർഡ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി, നമ്മുടെ ഗർഭകാലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ സേഫ് ആയിട്ടുള്ള, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസാണ് ഓരോ സ്ത്രീകളെ സംബന്ധിച്ചും. അതിൽ നമ്മൾ 3 ഘട്ടങ്ങളായിട്ടാണ് ഇതിനെ പിരിച്ചിരിക്കുന്നത്. ഇപ്പം 40, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 40 ആഴ്ചയാണ് ഒരു ഗർഭകാലം അല്ലെങ്കിൽ ഗർഭത്തിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും അവസാനത്തെ 3 ട്രൈമസ്റ്റർ ആയിട്ട് ഇതിനെ തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ. അല്ല, തേർഡ് എന്ന് പറയുമ്പോൾ അവസാന 3 മാസങ്ങളാണ്, 7, 8, 9 മാസങ്ങൾ. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അവസാന ഘട്ടങ്ങളെക്കുറിച്ചാണ്. അതായത് 7, 8, 9 മാസങ്ങളിൽ സ്ത്രീകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കഴിക്കണം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു വാർണിംഗ് സൈൻസ്, പെട്ടെന്ന് ഡോക്ടറെ പോയി കാണിക്കാനുള്ള വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടി ഒന്നും കൂടെ ഹെൽത്തി ആവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, പലരും വീഡിയോ എൻ്റെ അടുത്ത് പേഷ്യൻസ് ആയിട്ട് വരുന്ന പലരും ചോദിക്കുന്നതാണ്, ഡോക്ടർ ബേബിയുടെ ജെൻഡർ ഏതാണെന്ന് പറയാൻ പറ്റുമോ, ഹാർട്ട് ബീറ്റ് നോക്കിയിട്ട് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സ്കാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു സൂചന തരുമോ, എനിക്ക് 3 പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ എനിക്ക് 3 ആൺകുട്ടികളാണ്, എനിക്കൊരു പെൺകുട്ടി വേണം, അല്ലെങ്കിൽ 3 പെൺകുട്ടികളാണ്, ഇനി ഒരു ആൺകുട്ടി വേണം, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഇത് പലപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ആയിട്ടേ ഞാൻ കാണാറുള്ളൂ. ഇതിലൊന്നും ബേസിക്കായിട്ട് സയൻറ്റിഫിക് ആയിട്ടൊന്നുമില്ല. അങ്ങനെ നമുക്കൊരു സ്കാൻ റിപ്പോർട്ട് ഒരു ഡോക്ടർക്ക് ഡെഫിനറ്റ്ലി കണ്ടാൽ മനസ്സിലാവും. അതല്ലാതെ നിങ്ങൾ യൂറിൻ്റെ കളർ വെച്ചിട്ട് അല്ലെങ്കിൽ ബേബിയുടെ ഹാർട്ട് ബീറ്റ് വെച്ചിട്ട് ഒക്കെ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റൊന്നുമല്ല. ബട്ട് പേഷ്യൻറ്റ് ഓൾവേസ് നമ്മൾ മദർ ആൻഡ് ഫാദർ പാർട്ടിൽ സൈഡിൽ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതല്ല ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. 28 to 40 വീക്സ് എന്നുള്ളൊരു പീരീഡ്, 28 ആഴ്ച തൊട്ട് ഒരു ലേഡിയുടെ അവസാന ട്രൈമസ്റ്റർ 40 വീക്സ് വരെയുള്ള ആ ഒരു പീരീഡിനെ കുറിച്ചാണെന്ന് പറയുന്നത്. അപ്പോൾ 28 ആഴ്ച തൊട്ട് ഏതാണ്ട് ഒരു 32 ആഴ്ച വരെ നിങ്ങളുടെ ബേബി നല്ല രീതിയിൽ കണ്ണ് തുറന്ന് അടക്കുന്നുണ്ടാവും. കണ്ണ് തുറക്കുന്നു, അടക്കുന്നു, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും. ആൾക്ക് നല്ല കേൾവി. ആ സമയത്ത് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സൗണ്ട്, മദറിൻ്റെ സൗണ്ട്, ഫാദറിൻ്റെ സൗണ്ടൊക്കെ കുട്ടിക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും. ഈവൻ ബേബി സ്മോൾ സ്മൈൽസൊക്കെ ടൈമിൽ തരുന്നുണ്ടാവും. ബോഡിയിൽ ഫുൾ ഫാറ്റ് ഒന്നും അക്യുമുലേഷൻ ആയിട്ടുണ്ടാവില്ല, ലങ്സ് ഒന്നും ശരിക്കും ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. ബട്ട് ബാക്കി എല്ലാ ഡെവലപ്മെൻറ്റ്സും ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. 4 മന്ത്സ് കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വരും. ആൻഡ് ആഫ്റ്റർ 32 to 36 വീക്സിലൊക്കെ ബേബി ഒന്നും കൂടെ വെയിറ്റ്, റാപ്പിഡ് ഗ്രോത്ത് പീരീഡാണ് ഈ മൊത്തം തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ. പെട്ടെന്ന് വളർച്ച വരുന്ന ഒരു പീരീഡാണ്. അപ്പോൾ ഒരു 32 to 36 വീക്സിലൊക്കെ ബേബിയുടെ ബോഡിയിൽ വെയിറ്റ് കൂടാനുള്ള ഒരു പീരീഡാണ്. ബോഡിയിൽ ഫാറ്റ് അക്യുമുലേഷൻ ഇങ്ങനെ തുടങ്ങുന്നുണ്ടാവും. ഈ സമയത്ത് അമ്മ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കണം. ഇപ്പോൾ രാഗി, ഇലക്കറികൾ, ഇത്തരം ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. പനീർ, മുട്ട, പാല്, ഇതെല്ലാം ഭക്ഷണത്തിൽ ഈ സമയത്ത് വരുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ്, അല്ല അവക്കഡോ, സ്ട്രോബെറി പോലുള്ള ഫ്രൂട്ട്സ് എല്ലാം നിങ്ങളുടെ ഡയറ്റിൽ വരുന്നത് ഈ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ടൈമിൽ കുട്ടിയുടെ ഗ്രോത്ത് ഒന്നും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരും. ആൻഡ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് 37 to 40 വീക്സ് എന്ന് പറയുന്നത് ടേമായി, ഏതാണ്ട് ഫുള്ളായി, എല്ലാ ഡെവലപ്മെൻറ്റ്സും കംപ്ലീറ്റ് ആയി, ഏത് സമയം വേണമെങ്കിലും ഡെലിവറി നടക്കാവുന്ന ഒരു പീരീഡാണ്. യൂഷ്വലി ഈ പീരീഡിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, മുകളിലിരുന്ന വയർ, അതായത് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ 5 അല്ലെങ്കിൽ 4, 5, 6 മന്ത്സിൽ വയർ കുറച്ച് മിഡിലാണ് ഉണ്ടായിട്ടുണ്ടാവുക. നെഞ്ചരിച്ചിൽ നല്ല കൂടുതലായിരിക്കും ആ സമയത്ത്. അപ്പോൾ തേർഡ് ട്രൈമസ്റ്ററിലേക്ക് വരുമ്പോൾ വയർ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ടേം ആകുമ്പോൾ, തേർഡ് ട്രൈമസ്റ്ററിൻ്റെ ഏറ്റവും എൻഡിലേക്ക് വരുമ്പോൾ, ലാസ്റ്റ് 2 വീക്സിൽ വരുമ്പോൾ വയർ നല്ല രീതിയിൽ താഴോട്ട് വരും. താഴോട്ട് വരുന്ന സമയത്ത് നെഞ്ചരിച്ചിൽ കുറച്ച് കുറവ് തോന്നും, ബാക്ക് പെയിൻ കൂടാം, അതുപോലെ തന്നെ മൂത്ര തടസ്സം ഉണ്ടാവാം. അപ്പം മൂത്രം പോകാനുള്ള പ്രയാസം, അല്ലെങ്കിൽ അടിക്കടി മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നൽ. നിങ്ങൾ പ്രഗ്നൻ്റ് ആയ ഉടനെ നിങ്ങൾക്ക് ഈ ലക്ഷണം ഉണ്ടായിട്ടുണ്ടാകും. അതായത് പ്രഗ്നൻസി നിങ്ങൾ അറിഞ്ഞ് ആദ്യത്തെ ഒരു 3 മാസത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്നത് രാത്രി 3 or 4 വട്ടം ടോയ്ലറ്റിൽ പോകുക എന്നുള്ളതാണ്. ആ സമയത്ത് യൂട്രസിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് അല്ല, ബേബി വളരുന്നേ ഉള്ളൂ. നമ്മുടെ ബ്ലാഡറിൻ്റെ അവിടേക്കാണ് കൂടുതൽ പ്രഷർ വരുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി കുറവായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നും. പിന്നീട് വയറ് മേലോട്ട് വരും സെക്കൻഡ് ട്രൈമസ്റ്ററിൽ. അപ്പോൾ ആ കംപ്ലൈൻറ്റ് ഇച്ചിരി കുറയും, നെഞ്ചരിച്ചിൽ കൂടും. ഇപ്പോൾ ലാസ്റ്റ് ട്രൈമസ്റ്ററിലേക്ക് വരുമ്പോൾ വീണ്ടും വയറ് നല്ല രീതിയിൽ താഴോട്ട് വരും. ആ സമയത്ത് വീണ്ടും ബ്ലാഡറിലേക്കാണ് പ്രഷർ വരിക, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം എന്നുള്ള തോന്നലുണ്ടാവും. നല്ല രീതിയിൽ പ്രഷർ വരുന്ന സമയത്ത് എഡിമ ഉണ്ടാവാം, കാലിൽ നീരുണ്ടാവാം. കാലിൽ നീരുണ്ടാവുന്നത്, മുഖത്ത് ലൈറ്റ് നീരുണ്ടാവുന്നതൊക്കെ വളരെ നോർമൽ. എന്നാൽ നീര് നല്ല രീതിയിൽ കൂടുകയാണെങ്കിൽ അത് BP-യുടെ ലക്ഷണമാണ്. മുഖത്ത് സ്വെല്ലിങ് വരിക, കണ്ണിന് താഴെ സ്വെല്ലിങ് വരിക, കൈകാലൊക്കെ നീര് വന്ന് തടിക്കുക. നിങ്ങൾ ജനറലി നീര് വന്ന് തടിച്ചിരിക്കുക
ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ഡോക്ടേഴ്സ് അറ്റൻഷൻ സീക്ക് ചെയ്യണം. ഈ സമയത്ത് ഈ 3rd ട്രൈമസ്റ്ററിൽ കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് 2 മണിക്കൂറിൽ ഏതാണ്ട് 10 തവണയെങ്കിലും മൂവ്മെൻറ്റ്സ് കിട്ടും. നല്ല സ്ട്രോങ് കിക്സ് ആയിരിക്കും. ലൈറ്റ് 2nd ട്രൈമസ്റ്ററിലുള്ള പോലെ ലൈറ്റ് ഫ്ലട്ടറിങ് കിക്സ് ഒന്നും ആവില്ല. ഇത് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് കുട്ടി കാല് വെച്ചാണോ കൈ വെച്ചാണോ തൊഴിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള കിക്കുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നോട്ടീസ് ചെയ്യണം. ഏറ്റവും അവസാനത്തെ ഈ ട്രൈമസ്റ്ററിൻ്റെ തന്നെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തുമ്പോൾ കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് സ്വാഭാവികമായിട്ടും കുറച്ച് കുറയും. ദാറ്റ് ഈസ് ബിക്കോസ് അവിടെ സ്പേസ് കുറഞ്ഞു വരികയാണ്, ഏരിയ കുറഞ്ഞു വരികയാണ്. ബേബിക്ക് ചെറിയ ഡിസ്ട്രെസ്സും ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങി. ഇപ്പം ആൾക്ക് അത്ര സ്ഥലം പോരാ, പുറത്തേക്ക് വരാനുള്ള സമയമാകുമ്പോൾ ഡെഫിനറ്റ്ലി കിക്സ് കുറയും. ബട്ട് ഇറ്റ് വിൽ ബി സ്റ്റിൽ സ്ട്രോങ്. പക്ഷേ കിക്സിന് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു കുറവ് അനുഭവപ്പെടാം. അപ്പോൾ നിങ്ങൾ അവസാനത്തേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 5 മണിക്കൂറിൽ ഒരു തവണയെങ്കിലും മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല. 5 hours വിത്തൗട്ട് മൂവ്മെൻറ്റ്സ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. അതുപോലെ മ്യൂക്കസ് പ്ലഗ് റിലീസ് ഉണ്ടാവുകയാണെങ്കിൽ ബേബി നല്ല രീതിയിൽ താഴോട്ട് വരുമ്പോൾ നമ്മുടെ പെൽവിസ് ഏരിയയിൽ നല്ല പ്രഷർ വരും. ആ സമയത്ത് നിങ്ങൾക്ക് മ്യൂക്കസ് പ്ലഗ് റിലീസ് ആവാം. അതായത് ഒരു കൊഴുത്ത ദ്രാവകം വജൈനയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഡെലിവറി ആയി അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ഡെലിവറി ആവാം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. നല്ല രീതിയിൽ പ്രഷർ വരികയും മ്യൂക്കസ് പ്ലഗ് റിലീസ് ആവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ കൊഴുത്ത ദ്രാവകം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീര് വരികയാണെങ്കിലും പോകണം. ബേബിയുടെ മൂവ്മെൻറ്റ്സ് 5 hours നിങ്ങൾക്ക് ഒരൊറ്റ മൂവ്മെൻറ്റ് പോലും കിട്ടിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടറെ സമീപിച്ചിരിക്കണം. ഇനി ഈ സമയത്ത് തന്നെയാണ് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം, അഥവാ ഫോൾസ് ലേബർ പെയിൻ വരുന്നത്. ലേബർ പെയിൻ പോലെ തന്നെ വേദന വന്നുകൊണ്ടിരിക്കും. ബട്ട് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇറ്റ്സ് സിമിലർ ടു ലേബർ പെയിൻ തന്നെയായിട്ടാണ് തോന്നുക. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവെൽസ് ഉണ്ടാവില്ല. അപ്പം ഒരു ലേബർ പെയിൻ്റെ ഇൻ്റർവെൽസ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഡെലിവറിക്ക് പോകുന്നവർക്ക് ആയിരിക്കും ഇതിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുണ്ടാവുക. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടായിരിക്കും പോവുക. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റ് ടൈം ഡെലിവറിക്ക് ഞാൻ പോയ സമയത്ത് ഞാൻ ഒരുപാട് ബുക്സ് വായിച്ചിട്ടുണ്ട്, ഒരുപാട് റെഫർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഓരോ ഡെലിവറിയും ഡിഫറെൻ്റ് ആണ്. നമ്മൾ എന്താണോ വായിച്ചത്, എന്താണോ കണ്ടത്, അതാവില്ല നമുക്ക് ലേബർ റൂമിൽ സംഭവിക്കാം. അപ്പം നിങ്ങൾ സെൽഫായിട്ട് കുറച്ച് ബ്രീത്തിങ് എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഡെഫിനറ്റ്ലി ലാസ്റ്റ് ടൈമിലേക്ക് വരുമ്പോൾ ആൻസൈറ്റി കുറച്ച് കൂടും, കുറച്ച് ടെൻഷൻസ് ഉണ്ടാവും, കുറച്ച് സ്ട്രെസ് ഉണ്ടാവും. ലേബർ പെയിന്, ലേബർ ടെൻഷൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇത് കോമൺ ആണ്. അപ്പോൾ അത് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാതെ സ്വയം നിങ്ങൾക്കത് കോപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ വിശ്വാസം സ്വയം ഉണ്ടാവുക. ആൻഡ് ഹെൽത്ത് കെയർ ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ബ്രാക്സ്റ്റൺ ഹിക് കൺട്രാക്ഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഫോൾസ് ലേബർ പെയിനിന് ഇൻ്റർവെൽസ് ഉണ്ടാവില്ല. ഇതിപ്പം നമുക്ക് നോർമൽ ലേബർ പെയിനിന് ചിലപ്പോൾ 10 മിനിറ്റ് ഇടവിട്ട് കൺട്രാക്ഷൻസ് വന്നുകൊണ്ടിരിക്കും. എവറി 10 minutes തന്നെയായിരിക്കും കൺട്രാക്ഷൻ. കൃത്യം എന്ന് പറഞ്ഞാൽ പക്ക. ആൻഡ് പിന്നെ അത് കുറഞ്ഞു, ലേബർ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് കുറഞ്ഞു വരും. പിന്നെ 5 minutes കൺട്രാക്ഷൻ ആവാം, 3 minutes കൺട്രാക്ഷൻ ആവാം, 1 minute എവറി 1 minute കൺട്രാക്ഷൻസ് വരാം. അപ്പോൾ അതൊക്കെ ലേബറിനോട് ഏറ്റവും അടുക്കുമ്പോൾ വരുന്നതാണ്. ഈ ഫൈനൽ 30 to 36 weeks തന്നെയാണ് ബേബിയുടെ ഹെഡും റൊട്ടേറ്റായി താഴോട്ട് വരുന്നത്. സെഫാലിക് പൊസിഷനിലേക്ക് ബേബി വരുന്നതും ആ ഒരു ടൈമിലാണ്. അപ്പോൾ ടേം ആയിട്ടും ഒരു പക്ഷേ 37 weeks ആയിട്ടും ബേബി റൊട്ടേറ്റ് ആയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ചില സമയങ്ങളിൽ ലേബറിൻ്റെ ടേബിളിൽ കിടന്ന് ആ ടൈമിലായിരിക്കും ചിലപ്പോൾ ബേബി റൊട്ടേറ്റ് ആവുന്നത്. അല്ലെങ്കിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് സെഫാലിക് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഓൾസോ അങ്ങനെ പറ്റാത്ത കേസുകളിൽ ബ്രീച്ച് ഡെലിവറീസ് നടന്നിട്ടുണ്ട്. പിന്നെ ആദ്യം ബ്രീച്ച് പൊസിഷൻ പുറത്തേക്ക് വരുന്ന ഡെലിവറീസും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇന്നത്തെ കാലത്ത് വിത്ത് മെഡിക്കൽ എയ്ഡ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ചും ഇങ്ങനത്തെ വീഡിയോസ് കണ്ടും നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അവസാന സമയങ്ങളിൽ നല്ലോണം സ്ട്രെച്ചിങ് എക്സസൈസ് മാക്സിമം ബോഡിക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്യുക. നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക. ഇടവിട്ട് കുറേശ്ശെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻ്റർവെൽസ് ഉള്ള പെയിൻ വരികയാണെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് പോവുക. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ വാർണിംഗ് സൈൻസ് ഒക്കെ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുക. വളരെ ഹാപ്പി ആയിട്ടും റിലാക്സ്ഡ് ആയിട്ടും ഇരിക്കേണ്ട ഒരു പീരീഡാണ്. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതാണ്. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.